ഗെയ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിബി നിലമ്പൂർ. നമ്മളിന്ന് ഭൗതികശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഭൗതികശാസ്ത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആധുനിക ഐൻസ്റ്റീൻ, ഈ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആൾ നമുക്ക് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആധുനിക ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരാൾ, ആധുനിക ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. ഈ സ്റ്റീഫൻ ഹോക്കിങ്സിനെയാണ് ആധുനിക ഐൻസ്റ്റീൻ എന്നറിയപ്പെടുക. നമ്മൾ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്നൊക്കെ വിളിക്കുന്നത് എഡിസനെയാണ്. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്ന് വിളിക്കുന്ന എഡിസനെയാണ്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ സ്വന്തം പേരിൽ കരസ്ഥമാക്കുകയും ചെയ്തത് എന്നറിയപ്പെടുന്നത് എഡിസനാണ്. ഓക്കെ, ദെൻ നമ്മൾ അപകേന്ദ്ര ബലത്തിന് വിശദീകരണം നൽകിയതാര്? അപകേന്ദ്ര ബലം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ അപകേന്ദ്ര ബലത്തിന് വിശദീകരണം നൽകിയതാര് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഐസക് ന്യൂട്ടനെയാണ്. നമ്മുടെ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. ദൃശ്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. കൂടാതെ നമ്മുടെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടനാണ്. അങ്ങനെ ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഐസക് ന്യൂട്ടനാണ് എന്ത് പറഞ്ഞത്? അപകേന്ദ്ര ബലത്തിന് വിശദീകരണം നൽകിയതായിട്ട് പറയപ്പെടുക. കൂടാതെ ആദ്യമായി ഭൂകമ്പങ്ങളുടെ തീവ്രത തരംതിരിച്ച ഭൗമശാസ്ത്രജ്ഞനാര്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ചാൾസ് എഫ് റിക്ടർ ആണ്. അപ്പോൾ റിക്ടർ എന്നുള്ള പേര് നമുക്ക് മുൻപ് തന്നെ കേട്ട് പരിചയമുണ്ട്. നമ്മൾ ഭൂകമ്പങ്ങളുടെ തീവ്രതയിൽ ഇത്ര റിക്ടർ സ്കെയിലിൽ ഇത്ര തീവ്രത രേഖപ്പെടുത്തി എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ്. ചാൾസ് എഫ് റിക്ടർ, അദ്ദേഹമാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത തരംതിരിച്ച ഭൗമശാസ്ത്രജ്ഞനായിട്ട് പറയപ്പെടുക. കൂടാതെ ഏത് രൂപത്തിലുള്ള മൂലകത്തിനാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതൽ എന്നറിയപ്പെടുന്നത്? ഈ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ അത് പുറത്തുവിടുന്ന താപത്തിൻ്റെ അളവിനെയാണ്. ഒരു ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ ആ പൂർണ്ണമായ ജ്വലനത്തിലൂടെ അത് പുറത്തുവിടുന്ന താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ കലോറിക മൂല്യം എന്ന് പറയുക. ആ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനങ്ങൾ അവ വാതകങ്ങളിലാണ്. വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് പൂർണ്ണമായും ജ്വലനത്തിന് വിധേയമായി ഏറ്റവും കൂടിയ താപത്തെ പുറത്തേക്ക് വിടുക. ദെൻ ഫോട്ടോണിൻ്റെ കണികാ സ്വഭാവത്തിന് വ്യക്തമായ നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാര് എന്ന് ചോദിച്ചാൽ, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രകാശത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കണിക എന്ന് പറയുന്നത് ഫോട്ടോണുകളാണ്. ഓക്കെ, പ്രകാശത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ കണിക എന്നറിയപ്പെടുന്നത് ഫോട്ടോണുകളാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക സ്വഭാവത്തെ വഹിക്കുന്ന ബോസോണുകൾ എന്ന് പറയുന്നത് ഫോട്ടോണുകളാണ്. ആ ഫോട്ടോണുകൾ അതിൻ്റെ കണികാ സ്വഭാവത്തിന് വിശദീകരണം നൽകിയത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ്. നമ്മൾ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ് ഫോട്ടോണിൻ്റെ കണികാ സ്വഭാവത്തിന് വിശദീകരണം നൽകിയതായിട്ടും പറയപ്പെടുക. ദെൻ ആദ്യമായി സ്പെക്ട്രോസ്കോപ്പ് നിർമ്മിച്ചത്, സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? തരംഗങ്ങളെ അവയുടെ തരംഗദൈർഘ്യമോ ആവൃത്തിയോ അടിസ്ഥാനമാക്കി ക്രമീകരിക്കുക. ഇതിനാണ് സ്പെക്ട്രം എന്ന് പറയുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുക. ഈ സ്പെക്ട്രോസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ഗുസ്താഫ് കിൽക്കഫ് ആണ്. ഗുസ്താഫ് കിൽക്കഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് സ്പെക്ട്രോസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചതായിട്ട് പറയപ്പെടുക. ദെൻ കാഥോഡ് കിരണങ്ങളെ കണ്ടുപിടിച്ചത് വില്യം ക്രൂക്സ് ആണ്. ഓക്കെ, ആനോഡ്, കാഥോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളെക്കുറിച്ച്, ആനയോൺസ്, കാറ്റയോൺസ്, ആനോഡ്, കാഥോഡ്, ഇത്തരം പദങ്ങളൊക്കെ നമുക്ക് കേട്ട് പരിചയമുണ്ട്. ഈ കാഥോഡ് കിരണങ്ങളെ കണ്ടുപിടിച്ച ആളുടെ പേര് വില്യം ക്രൂക്സ് ആണ്. കാഥോഡ് കിരണങ്ങളെ കണ്ടുപിടിച്ചതായിട്ട് പറയപ്പെടുക. ദെൻ നമ്മുടെ ക്വാർക്ക്, ആൻറ്റി ക്വാർക്ക് കണങ്ങൾ, നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ, നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ കണികകളുടെ സ്റ്റാൻഡേർഡ് മോഡൽസ് പറയാറുണ്ട് ദ്രവ്യവും പിണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട്. അതിലെ ക്വാർക്ക് ആൻഡ് ആൻറ്റി ക്വാർക്ക് പെയർ, അത് രണ്ടും ചേർത്ത് നിർമ്മിക്കുന്ന വലിയ കണങ്ങളെയാണ് നമ്മളത് വിളിക്കുക മീസോൺസ് എന്ന് പറയുക. ഓക്കെ, ക്വാർക്ക് ആൻഡ് ആൻറ്റി ക്വാർക്ക് കണങ്ങൾ രണ്ടും ചേർത്ത് നിർമ്മിതമാകുന്ന ഇതാണ് വലിയ കണങ്ങൾ. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മീസോൺസ് എന്ന് വിളിക്കും. ദെൻ സൂര്യന് ചുറ്റും കാണപ്പെടുന്ന വലയം, നമ്മൾ നല്ല പ്രകാശം ഉള്ള സമയത്ത് സൂര്യനിലേക്ക് നോക്കുകയാണെങ്കിൽ സൂര്യന് ചുറ്റും ചെറിയ വലയങ്ങളൊക്കെ കാണാൻ പറ്റും. ആ സൂര്യന് ചുറ്റും കാണപ്പെടുന്ന വലയങ്ങൾ ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് പ്രകാശ പ്രതിഭാസങ്ങളിലെ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം എന്ന പദമാണ്. ഓക്കെ, ഡിഫ്രാക്ഷൻ എന്നതിൻ്റെ മലയാള പദം എന്ന് പറയുന്നത് വിഭങ്കനമാണ്.
പൊതുവേ നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന ടേം തന്നെയാണ് അത് ഉപയോഗിച്ച് വരിക. എങ്കിലും വിഭങ്കനം എന്നൊരു മലയാളം ടേം അതിന് ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഒരു LGS ലെവലുള്ള എക്സാമിന് പോലും നമുക്ക് ഇംഗ്ലീഷ് ടേം തന്നെയാണ് ഉപയോഗിച്ച് കാണാറുള്ളത്. ദെൻ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? വിഷമദൃഷ്ടി പരിഹരിക്കാൻ നമ്മുടെ കണ്ണിൽ ഒരുപാട് ന്യൂനതകളുണ്ടാവും. ആ കണ്ണിൻ്റെ ന്യൂനതകളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ PSC ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ലെൻസ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ലെൻസാണ്. സിലിണ്ട്രിക്കൽ ലെൻസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വിഷമദൃഷ്ടി പരിഹരിക്കുക. ദെൻ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്, തെർമോമീറ്റർ കണ്ടുപിടിച്ച ആളുടെ പേര് ഗലീലിയോ. മെർക്കുറിക് തെർമോമീറ്റർ ഫാരൻഹീറ്റ്. ദെൻ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചതായിട്ട് പറയപ്പെടുക. ദെൻ കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ, കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്, -273.15 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ 0 കെൽവിൻ എന്ന് രേഖപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ കേവല പൂജ്യം എന്നറിയപ്പെടുന്ന വാല്യൂ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ. ഇതാണ് കേവല പൂജ്യം എന്ന് അറിയപ്പെടുക. ദെൻ ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ്, ഭൂമി എന്ന് പറയുന്ന ഒരു കാന്തം തന്നെയാണ് എന്ന് പ്രസ്താവിച്ചതാര് എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്യം ഗിൽബർട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഗിൽബർട്ട് ആണ് എന്ന് പറഞ്ഞത് ഭൂമി ഒരു വലിയ കാന്തമാണെന്ന് പ്രസ്താവിച്ചത്. വൈദ്യുതി എന്ന പദം ആവിഷ്കരിച്ചത് അദ്ദേഹം തന്നെയാണ്. ദ ടേം ഇലക്ട്രിസിറ്റി കോയിൻഡ് ബൈ, വൈദ്യുതി എന്ന പദം ആവിഷ്കരിച്ചതും ഗിൽബർട്ട് തന്നെയാണ്. ഭൂമി എന്നത് വലിയൊരു കാന്തമാണ് എന്ന് പ്രസ്താവിച്ചതുമാരെ തന്നെയാണ് ഗിൽബർട്ട് തന്നെയാണ്. ദെൻ ആദ്യമായി ന്യൂക്ലിയർ റിയാക്ഷൻ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയത്, ഒത്തിരി പേര് ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആണവ പരീക്ഷണങ്ങൾ ഒത്തിരി പേര് നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ വിജയകരമായ ആദ്യത്തെ പരീക്ഷണം നടത്തിയ ആളുടെ പേര് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയ അല്ലെങ്കിൽ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ ആദ്യമായി വിജയകരമായി നടത്തിയ ആൾ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. നമ്മുടെ പ്രോട്ടോണിനെ കണ്ടുപിടിച്ച ആളുടെ പേര് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ച ആളുടെ പേര് റുദർഫോർഡ് ആണ്. ദെൻ ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റുദർഫോർഡ് ആണ്. പക്ഷേ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ അല്ല, ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ഓട്ടോ ഹനിനെയാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് റുദർഫോർഡ്. അദ്ദേഹമാണെന്ന് പറഞ്ഞത് ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ ആദ്യമായിട്ട് വിജയകരമായിട്ട് നടത്തിയത് അദ്ദേഹമായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഫിസിക്സിൻ്റെ കുറച്ച് ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്. ഓക്കെ, ആ പോയിന്റുകൾ ഓരോന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ തുടർന്നുള്ള ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.